ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വെട്ടിക്കോട്ട് ആയില്യത്തിന് പോവുകയാണേ. നാഗരാജ ക്ഷേത്രമാണ്, ആലപ്പുഴക്കാർക്കൊക്കെ അറിയാം. ഒരാവശ്യത്തിന് എവിടെയെങ്കിലും പോകാൻ നോക്കുമ്പോൾ കുട കാണാത്തൊരവസ്ഥയില്ല. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അച്ചാമ്മയുടെ അടുത്ത് വന്നിട്ട് കുടയൊക്കെ വാങ്ങിക്കൊണ്ട് നമ്മൾ പോവാം. കാരണം നല്ല മഴയാണ് വെട്ടിക്കോട്ട് ആയില്യത്തിന്. അമ്മ എന്നോട് സാരിയൊക്കെ ഉടുത്തിട്ട് വരാനാണ് പറഞ്ഞത്. ഞാൻ അപ്പോഴേ ഊഹിച്ചു ഇന്ന് മഴയായിരിക്കും, എല്ലാം ചളമാകുമെന്ന്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ ചെന്ന പാടെ കാലൊക്കെ പോയി കുളത്തിൽ പോയി കഴുകിയിട്ടാണ് അമ്പലത്തിലോട്ട് കയറുന്നത്. വെയിൽ കാണാത്തത് കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ മണ്ണാർശാല പോവുകയാണെങ്കിൽ നല്ല തണുപ്പാണ്. അവിടുത്തെ ക്ലൈമറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. ഈ വീഡിയോയ്ക്ക് അത് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് അറിഞ്ഞൂടെ ഇവിടുത്തെ തിരക്ക്. കാരണം അത്യാവശ്യം തിരക്ക് കുറയുന്ന സമയത്താണ് എനിക്ക് ക്യാമറ ഒന്ന് പൊക്കി വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നുള്ളായിരുന്നു. പ്രധാന പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ നാഗരാജാവും നാഗയക്ഷി അമ്മയുമാണ് കേട്ടോ. കാവുകളാൽ ചുറ്റപ്പെട്ടുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പുമാണ്. അതേപോലെ നമുക്ക് എപ്പോൾ ചെന്നാലും ഒരു കുഞ്ഞു പാമ്പിനെങ്കിലും കാണാനായിട്ട് സാധിക്കും കേട്ടോ. വെട്ടിക്കോട്ടാണെങ്കിലും മണ്ണാർശാലയിലാണെങ്കിലും. ഇനി എപ്പോഴെങ്കിലും ഞാൻ മണ്ണാർശാലയിൽ പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ എടുക്കാം. പിന്നെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ പുള്ളുവാൻ പാട്ടൊക്കെ പാടിപ്പിച്ചായിരുന്നു. ഇത് നമ്മുടെ പേരും നാളും ഒക്കെ പറയിപ്പിച്ച് ഇങ്ങനെ സർപ്പദൈവങ്ങൾക്ക് സമർപ്പിക്കുന്ന ഒരു അർച്ചന പോലാണ്. ഞാനൊരു വലിയ ദൈവഭക്തയൊന്നുമല്ല, എന്നാൽ കൂടി ഞാൻ അമ്പലങ്ങളിൽ പോകുന്നത് സമാധാനം തേടിയാണ് കേട്ടോ. അവിടുത്തെ അന്തരീക്ഷവും ക്ലൈമറ്റ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. മനസ്സിനെ ഭയങ്കരമായിട്ട് കാമാക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കാരണമാണ് ഞാൻ കൂടുതലായിട്ട് ക്ഷേത്രങ്ങളെ സമീപിക്കാറ്. ഇവിടുത്തെ പ്രധാന നിവേദ്യമാണ് കേട്ടോ നിലവറ പായസം, അതേപോലെ ഉണ്ണിയപ്പം. ഞങ്ങൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്പലത്തിന് വെളിയിലോട്ട് ഇറങ്ങി. ഇവിടുത്തെ കടകളുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾ, അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ കാണത്തില്ലേ. പിന്നെ ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ പോലും ചേന, ചേമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഇവിടെ വിൽക്കുന്നത്. ഭയങ്കര വിലക്കുറവാണ് കേട്ടോ. അതൊരു പറയാതിരിക്കാൻ പറ്റാത്ത കാര്യമാണ്. 10 രൂപയ്ക്കൊക്കെ കിട്ടുന്ന കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് വെട്ടിക്കോട്ട് പോകാവുന്നതാണ്. എന്നാലും ഇത്രയും കാലം കഴിഞ്ഞെങ്കിലും അവിടുത്തെ ഈ വിലയുടെ കാര്യത്തിലാണെങ്കിലും സാധനങ്ങളുടെയും അവിടെ ചെല്ലുമ്പോൾ ഉള്ളൊരു അനുഭൂതിയൊക്കെ ഇല്ലേ, ഇതുവരെ എനിക്കതിന് യാതൊരു മാറ്റവും വന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതേ ഒരു ഫീലാണ് ഇപ്പം ചെല്ലുമ്പോഴും ഉള്ളത് കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.